السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വന്തമായൊരു ഭവനം ആഗ്രഹിക്കാത്തവരായി ഒരാളും ഉണ്ടാകില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ഖൈറായ ഒരു ഭവനം ലഭിക്കാൻ, നല്ല സമാധാനത്തോടുകൂടി ആ വീട്ടിൽ ജീവിക്കാൻ, നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം നല്ല റാഹത്തോടെ സമാധാനത്തോടെ നമ്മളൊരു ഭവനത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കാത്തവരായി ഒരാളും ഉണ്ടാകില്ല. ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് ആഗ്രഹങ്ങളോടെ പലരും വീടുപണിയൊക്കെ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടം തൊട്ട് വല്ലാത്ത കഷ്ടപ്പാടിലായി ജീവിക്കുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഒരു വീട് പണി തുടങ്ങുന്നതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണമാണ് നമ്മൾ വല്ലാതെ വിഷമത്തിലും വല്ലാതെ പ്രയാസത്തിലുമായി അവസാനം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ വീട് തന്നെ വിൽപ്പനയ്ക്ക് വെക്കേണ്ടി വരുന്ന അവസ്ഥകൾ വരുന്നത്. നമ്മൾ തുടക്കത്തിൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. പരിശുദ്ധമായ ഇസ്ലാം അതിന് ഒരുപാട് വിധികളും ഒരുപാട് വിലക്കുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല കാര്യങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം അനുകൂലമായി വിധിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ പ്രതികൂലമായിട്ടും വിധിച്ചിട്ടുണ്ട്. ഒരു വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന് നല്ല കാഴ്ചപ്പാടുള്ളൊരു മതമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, വിശ്വാസപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ പല സ്ഥലങ്ങളിലായി നമ്മളോടത് സൂചിപ്പിക്കുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ഒരു ഭവനത്തിൽ നല്ല സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അംർ ഇബ്നു ഹുറൈസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാനൊരു വീട് പണിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, ഞാനൊരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആദ്യമായി നീ ചെയ്യേണ്ടത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്ക് അല്ലാഹുവിനോട് തേടുമ്പോഴും, ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിലേക്ക് തേടുമ്പോഴും നിങ്ങൾ നല്ല ക്ഷമയോടുകൂടി നിസ്കാരത്തോടുകൂടി അല്ലാഹുവിലേക്ക് നിങ്ങൾ ചോദിക്കുക. അല്ലാഹു അതിന് വളരെ പെട്ടെന്ന് നമുക്ക് പരിഹാരങ്ങൾ നൽകും, ഇജാബത്ത് നൽകും. അപ്പോൾ നമ്മളൊരു വീട് പണിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യമായി നമുക്ക് നന്നായിട്ട് ക്ഷമ വേണം. ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, ഒരുപാട് പ്രയാസങ്ങൾ നമ്മളിലേക്ക് വരും, പല കഷ്ടപ്പാടുകളും വരും. കാരണം ഒരു ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് വീടെന്നത്. അത് നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകും. അതിൽ നിനക്ക് നന്നായിട്ട് സ്വബർ വേണം. ആ സ്വബറോട് കൂടിയിട്ട് നീ അള്ളാഹുവിനോട് തേടണം. അതുപോലെ തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സ്വലാത്ത് കൊണ്ട്, നിസ്കാരം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തേടണം. അപ്പോൾ ഏതൊരു നല്ല കാര്യത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് തന്നെ ഇതിന് തെളിവാണ്. അതുപോലെ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ തിരുനാമത്തിലായിരിക്കണം. അത് ചൊല്ലിയിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഏതൊരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ ഇറങ്ങുക. വീട് പണി തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അൻആമിനെ നമ്മൾ പാരായണം ചെയ്യണം.
നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട്, നമ്മൾ എവിടെയാണോ ഇപ്പൊ താമസിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നല്ല ഇഖ്ലാസോടെ സൂറത്തുൽ അൻആം നമ്മൾ പാരായണം ചെയ്യുക. അതിന്റെ ശേഷം ആ ഒരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുക. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ സ്വലാത്തുൽ ഫാത്തിഹന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. വിജയികളുടെ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. ആ സ്വലാത്തുൽ ഫാത്തിഹ 1001 തവണ നമ്മൾ നെയ്യത്താക്കുക. എന്നിട്ട് 1001 തവണ നമ്മൾ പൂർത്തീകരിച്ചതിന്റെ ശേഷം നമ്മൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങുക. അള്ളാഹു നമുക്കതിൽ വിജയം നൽകും. വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. വീട് പണി തുടങ്ങി വെച്ചിട്ട് അത് അവസാനിപ്പിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. വീട് പണി തുടങ്ങിയിട്ട് അത് പകുതിയിൽ വെച്ച് നിന്നുപോയ ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ സാമ്പത്തികമായ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ. ഇന്ന് ഈ പറയുന്ന ഈ 4 കാര്യങ്ങൾ ജീവിതത്തിലൊന്ന് പതിവാക്കി നോക്കുക. നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷമഘട്ടങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് വിജയം നൽകും. നമ്മുടെ വീട് പണി എവിടെ മുടങ്ങിക്കിടക്കുന്നുണ്ടോ അവിടെ അള്ളാഹുവിന്റെ ഫതഹ് നമുക്ക് ലഭിക്കും. 1001 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ തേടുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നല്ല സബറോടുകൂടി അള്ളാഹുവിന്റെ നിഅമത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് തേടുക. മുടങ്ങിക്കിടക്കുന്ന ഏത് വീട് പണിയാണെങ്കിലും അള്ളാഹു അതിനൊരു ഫതഹിന്റെ ബാബിനെ നമുക്ക് കാണിച്ചു തരും. നമ്മുടെ ഖൽബിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്ന ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. വീട് പണി തുടങ്ങി വെച്ച ഒരുപാട് സഹോദരന്മാരുണ്ട്. നമ്മുടെ കൂട്ടുകാരിൽ പല ആളുകളുമുണ്ട്. അത് മുടങ്ങിക്കിടക്കുന്നവരുണ്ട്. ഖൈറായ ഭവനം ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. കൊല്ലങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. ഇവരിലേക്കൊക്കെ ഈ അമലിനെ എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ ഈ അമല് ചെയ്യട്ടെ. അവരുടെ ജീവിതത്തിൽ സുന്ദരമായ ഒരു ഭവനം, മനോഹരമായ ഒരു വീട് ലഭിക്കാൻ ഇത് കാരണമാകും. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ആ വീട്ടിലേക്കൊന്ന് അതിന്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടൊന്ന് കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അവരിലേക്കൊക്കെ ഈ അമലിനെ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ മഹത്തായ ഫളല് കൊണ്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ ഹഖ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ മുടങ്ങിക്കിടക്കുന്ന വീട് പണികളും അള്ളാഹു എളുപ്പമാക്കി തരും. അതിനെല്ലാം അള്ളാഹു ഫതഹിന്റെ ബാബിനെ കാണിച്ചു തരും. ഈ നിഅമത്ത് ലഭിക്കാത്തവരുണ്ടല്ലോ, ഈ 4 നിഅമത്തുകൾ ലഭിക്കാത്തവരെ അള്ളാഹുവിലേക്ക് നല്ല സ്വബറോടുകൂടി, നല്ല ക്ഷമയോടുകൂടി, അള്ളാഹു നമ്മെ തട്ടൂല എന്ന വിശ്വാസത്തോടുകൂടി സദാസമയവും നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. അതാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഈ 4 നിഅമത്തുകൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടണം. സുന്ദരമായ ഒരു ഭവനം, നല്ല സ്വാലിഹത്തായ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ഭാര്യ, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ മക്കൾ, നമുക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ഒരു വാഹനം. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടുക. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവനിൽ ഇസ്സത്തുണ്ടാകും. ഈ ലോകത്ത് വിജയിച്ചവരിൽ അവൻ ഉൾപ്പെടും. അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഇടയിലും സമുദായത്തിന്റെ ഇടയിലൊക്കെ നമുക്ക് നല്ല അഭിമാനവും നല്ല വിലയും ഒക്കെ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.